യേശുവിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു ദിവസം കൂടി ദൈവത്തോടു കൂടിയാകുവാൻ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതിന് കോടാനുകോടി നന്ദി സർവശക്തനായ ദൈവത്തിന് സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്ന, സാമ്പത്തിക തകർച്ചയിൽ നിൽക്കുന്ന, വേദനിക്കുന്ന, മക്കളെ ഓർത്ത് കരയുന്ന എല്ലാ മക്കൾക്കും എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന എല്ലാവർക്കും, എൻ്റെ ഈ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കും മറുപടിയായി ദൈവം അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾക്കായി കർത്താവ് തുറന്നു വയ്ക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള തിരുവചനത്തിൽ 30-ാമത്തെ തിരുവചനമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? മുങ്ങിത്താഴുവാൻ തുടങ്ങുന്ന പത്രോസിനെ പോലെ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുവാൻ തുടങ്ങുന്ന ആരെല്ലാം ഈ ദൈവവചനം ശ്രവിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവചന ദൂതാണ് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ, മുങ്ങിത്താഴുന്ന ഏതവസ്ഥയിൽ നിന്നും നിന്നെ കൈപിടിച്ചുയർത്തുവാൻ കഴിവുള്ളവനാണ് നിന്റെ പിതാവായ ദൈവമെന്ന്. ആ ദൈവം നിന്റെ അവസ്ഥയിൽ നിന്നും, നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ കൈപിടിച്ചുയർത്തും. എന്നെ രക്ഷിക്കുവാൻ ആരുണ്ട്, എന്നെ സഹായിക്കുവാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന എല്ലാ മക്കൾക്കും പ്രത്യാശയുടെ ദൂതാണ് നിന്റെ കൈപിടിച്ചുയർത്തുവാൻ, മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ നിന്നും നിന്നെ ഉയർത്തുവാൻ, നിന്നെ സഹായിക്കുവാൻ കെൽപ്പുള്ളവനാണ് യേശു ക്രിസ്തു എന്ന്. നിന്റെ രക്ഷകനും നാഥനുമായ ദൈവത്തോട് നീ ചോദിക്ക്, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന്. എൻ്റെ ഈ അവസ്ഥയിൽ നിന്നും, എൻ്റെ ഈ രോഗപീഠകളിൽ നിന്നും, എൻ്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും, എൻ്റെ മക്കളെക്കുറിച്ചുള്ള വേവലാതിയിൽ നിന്നും കർത്താവേ, എന്നെ നീ രക്ഷിക്കണമേ എന്ന് പറയുന്ന ആ നിമിഷം നിന്റെ കണ്ണുനീര്, നിന്റെ കരച്ചിൽ സ്വർഗം കാണുകയും സ്വർഗത്തിലെ ദൈവം നീ മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ നിന്നും നിന്നെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുമെന്ന് സർവശക്തനായ ദൈവം ഈ തിരുവചനത്തിലൂടെ നമ്മൾക്ക് വാഗ്ദാനം തരികയാണ്. ഈ പ്രവചന ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏതവസ്ഥയിൽ നിന്നും നിങ്ങൾ നിലവിളിക്കുമ്പോൾ കർത്താവിൻ്റെ കരം നിങ്ങളെ ഉയർത്തിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇന്നുകൊണ്ട് അവസാനിച്ച് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് ദൈവം പടുത്തുയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസവും മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ.